D4 ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഒരുപാട് പെറ്റ്സുകൾ നല്ല അടിപൊളി ഓഫറിലൊക്കെ നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. ആ വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അതേപോലെ നിങ്ങളുടെ പെറ്റ്സുകളൊക്കെ സെയിലിനുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാവുന്നതാണ്. യാതൊരുവിധ ചാർജുകളും വാങ്ങാതെ നമ്മൾ സെയിൽ പോസ്റ്റ് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്കിന്ന് ആദ്യമായിട്ട് സെയിലിന് വന്നിരിക്കുന്നത് ആടുകളാണ് സെയിലിന് വന്നിരിക്കുന്നത്. ഒരു തള്ളാടും അതേപോലെ 5 മാസമായിട്ടുള്ള ഒരു കുട്ടിയും. മലപ്പുറമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഈ രണ്ടെണ്ണത്തിനും കൂടി അവർ ചോദിക്കുന്ന റേറ്റ് 12,500 രൂപയാണ്. ഈ രണ്ടെണ്ണത്തിനും കൂടി റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. ഒരു തള്ളാടും അതേപോലെ 5 മാസമായിട്ടുള്ളൊരു കുട്ടിയും. അപ്പോൾ ഈ ആടുകൾ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ബ്രീഡേഴ്സിൻ്റെ ഒക്കെ നമ്പർ യൂട്യൂബിൽ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. എല്ലാ ബ്രീഡേഴ്സിൻ്റെയും നമ്പർ സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ. രണ്ടാമതായിട്ട് നമുക്ക് സെയിലിൽ വന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ്. അസീലിൻ്റെ വെത്തുകാലാണ് വന്നിരിക്കുന്നത്. അസീലിൻ്റെ വെത്തുകാല് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ്. അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് 5,000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. റേറ്റ് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ആരെങ്കിലും ഈ അസീലിന് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. റേറ്റ് നെഗോഷ്യബിൾ ആണ്. 5,000 രൂപയാണ് അവർ ചോദിക്കുന്നത്. അസീൽ വെത്തുകാല് വെറൈറ്റി. ലാബിൻ്റെ 5 മെയിൽ പപ്പീസാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. 36 ദിവസം പ്രായമായിട്ടുള്ള ലാബിൻ്റെ മെയിൽ പപ്പീസ്. നല്ല അടിപൊളി മെയിൽ പപ്പീസാണ് വന്നിരിക്കുന്നത്. തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത് 9,000 രൂപയാണ് ചോദിക്കുന്നത്. 9,000 റേറ്റ് നെഗോഷ്യബിൾ ആണ്. തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നല്ല അടിപൊളി ലാബിൻ്റെ പപ്പീസിനെയൊക്കെ മെയിൽ പപ്പീസ് മാത്രമേ ഉള്ളൂ. എടുക്കാൻ താല്പര്യമുള്ളവർ ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നല്ല അടിപൊളി പ്രാവുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ഒരുപാട് പ്രാവുകൾ കൊടുക്കാനുണ്ട്. ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കരയാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഇല്ല, ഡയറക്റ്റ് ചെയ്യുന്ന എടുക്കേണ്ടി വരും. 10-60 നാടൻ പ്രാവുകൾ തന്നെ കൊടുക്കാനുണ്ട്. പീസ് റേറ്റ് 75 രൂപയാണ് ബൾക്ക് സെയിൽ പറയുന്നത്. പീസ് റേറ്റ് 75 രൂപ ബൾക്ക് സെയിലിൽ നാടൻ പ്രാവുകൾ. 65 ഒരുമിച്ച് വെക്കിട്ട് അതിൽ കൂടുതൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റേറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വരുന്നതായിരിക്കും. പിന്നെ ഇതിൽ വന്നിരിക്കുന്നത് ഫാൻറ്റെയിൽസ് 400 രൂപ പീസ് റേറ്റ്. അതേപോലെ മുഗി 250. കളർ അനുസരിച്ച് വ്യത്യാസമുണ്ട്. 250 ഉണ്ട്, 300 ഉണ്ട്, 400 ഉണ്ട് മുഗികൾ. അപ്പോൾ ഒരുപാട് പ്രാവുകൾ കൊടുക്കാനുണ്ട്. ബൾക്ക് സെയിൽ അവൈലബിൾ ആണ്. ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഇല്ല. ഡയറക്റ്റ് ചെന്ന് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ബൾക്കായിട്ടൊക്കെ ഒരുമിച്ച് എടുക്കണമെങ്കിൽ ഭയങ്കര റേറ്റ് കുറവിനൊക്കെ തരുന്നതായിരിക്കും. നല്ല റേറ്റ് കുറവിന് തരുന്നതായിരിക്കും. തൃശ്ശൂരിൽ നിന്നാണ് നമുക്ക് പപ്പികൾ വന്നിരിക്കുന്നത്. ലാബിൻ്റെ പപ്പീസാണ് നമുക്ക് വന്നിരിക്കുന്നത്. 2 ലൈൻ പപ്പീസ് വന്നിട്ടുണ്ട്. ഫസ്റ്റത്തെ വന്നിരിക്കുന്നത് ബ്ലാക്ക് പപ്പീസാണ് വന്നിരിക്കുന്നത്, ഫീമെയിൽ പപ്പീസ്. ഇത് ഫാദറിനും മദറിനും ഫോട്ടോയും വീഡിയോ ആണ് നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ചോക്ലേറ്റ് കളർ ഫാദറും അതേപോലെ തന്നെ ബ്ലാക്ക് കളർ മദറാണ് വന്നിരിക്കുന്നത്. ഇതിന് 2 പപ്പീസാണ് കൊടുക്കാനുള്ളത്. 2 ഫീമെയിൽ പപ്പീസ് ബ്ലാക്ക് കളറാണ് വന്നിരിക്കുന്നത്. തൃശ്ശൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത് 5,500 രൂപയാണ്. ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നുള്ളൂ. നല്ല അടിപൊളി പപ്പീസാണ് വന്നിരിക്കുന്നത്. ബ്ലാക്ക് കളർ ലാബിൻ്റെ പപ്പീസ്. ഫീമെയിൽ പപ്പീസ് മാത്രമാണ് ബ്ലാക്കിൽ കൊടുക്കാനുള്ളൂ. ബ്ലാക്കിൻ്റെ പാരൻസിൻ്റെ വീഡിയോ നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി ലൈൻ പാരൻസ് വരുന്ന പപ്പീസാണ് വന്നിരിക്കുന്നത്. നല്ല ക്യൂട്ടായിട്ടുള്ള ബ്ലാക്ക് കളർ പപ്പീസ്, ഫീമെയിൽ പപ്പീസ് മാത്രം. 5,500 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. അപ്പോൾ വീടിൻ്റെ അകത്തൊക്കെ ഇട്ട് വളർത്താൻ പറ്റിയ നല്ലൊരു അടിപൊളി ബ്രീഡാണ്. പിള്ളേർക്കൊക്കെ വാങ്ങി കൊടുക്കാൻ പറ്റിയ ബ്രീഡാണ് ലാബ്. അപ്പോൾ അതിൻ്റെ നല്ല അടിപൊളി ക്യൂട്ടായിട്ടുള്ള ബ്ലാക്ക് കളർ പപ്പീസ്, ഫീമെയിൽ പപ്പീസ് 5,500 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് അവിടെ നിന്ന് തന്നെ തൃശ്ശൂരിൽ നിന്ന് തന്നെ സെയിലിനായിട്ട് വന്നിരിക്കുന്നതാണ് വൈറ്റ് കളർ പപ്പീസ്. ഇതിൻ്റെ പാരൻസ് ലൈൻ വേറെയാണ് വരുന്നത്. വൈറ്റ് കളറിൽ മെയിലുണ്ട്, ഫീമെയിൽ പപ്പീസ് ഉണ്ട്. ഫാദർ മദർ വേറെയാണ് വന്നിരിക്കുന്നത്. വൈറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത് 6,000 രൂപയാണ് പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. ഫാദറും മദറും വന്നിരിക്കുന്നത് വൈറ്റ് കളർ തന്നെയാണ് വന്നിരിക്കുന്നത്. തൃശ്ശൂരിൻ്റെ സെയിം ലൊക്കേഷൻ തന്നെയാണ് വന്നിരിക്കുന്നത്. 6,000 രൂപയാണ് ഈ പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അടുത്തായിട്ട് നമുക്ക് പ്രാവുകൾ സെയിലിനായിട്ട് വന്നിരിക്കുന്നത് എറണാകുളത്ത് നിന്നാണ് നമുക്ക് പ്രാവുകൾ വന്നിരിക്കുന്നത്. നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള ബേഡുകളാണ് നമുക്ക് ഇവിടുന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്.
അതിൽ ഒരെണ്ണം വന്നിരിക്കുന്ന ബേഡ് UPA റിംഗ് ബേഡാണ് വന്നിരിക്കുന്നത്. ആ വൈറ്റ് ഷീൽഡ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് വന്നിരിക്കുന്നത് ഡബിൾ ക്രസ്റ്റിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ചിക്സ് ഒക്കെ ഇറങ്ങുന്നത് ആൻഡുലേഷൻ കളറൊക്കെയാണ് ഇതിന് ചിക്സുകൾ ഇറങ്ങുന്നത്. അപ്പോൾ നല്ല അടിപൊളി ഒരു ബ്രീഡിംഗ് പെയറാണ് വന്നിരിക്കുന്നത്. ഈ പെയറിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത് 3500 രൂപയാണ് ചോദിക്കുന്നത്. 3500 ആണ് റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. അതേപോലെ അവിടെ നിന്ന് ഒരുപാട് വേറെയും പ്രാവുകൾ നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. ഫാൻറ്റെയിൽസ് ഉണ്ട്. ഫാൻറ്റെയിൽസ് പെയർ 800 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. നല്ല അടിപൊളി ടൈൽ ക്വാളിറ്റിയും ബൂട്ട് ക്വാളിറ്റിയൊക്കെ ഉള്ള ഫാൻറ്റെയിൽസ് ആണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. പെയർ 800 രൂപ. അതേപോലെ തന്നെ മുഗിയുണ്ട്. മുഗി വന്നിരിക്കുന്നത് നല്ല അടിപൊളി ആൽമണ്ട് സ്റ്റിപ്പർ. അതുപോലെ മുഗി 5 ഉണ്ട്. 5 ഒരുമിച്ച് എടുക്കണമെങ്കിൽ പീസ് റേറ്റ് 400 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. നല്ല അടിപൊളി കളേഴ്സാണ് വന്നിരിക്കുന്നത് മുഗിയൊക്കെ. അതുപോലെ തന്നെ ഹിപ്പി ഉണ്ട്. ഹിപ്പി പെയർ വന്നിരിക്കുന്നത് 1500 രൂപയാണ് ഹിപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. ബൾക്കായിട്ട് എല്ലാം ഒരുമിച്ച് എടുക്കണമെങ്കിൽ നല്ല റേറ്റ് കുറവിന് തരുന്നതായിരിക്കും. റേറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഹിപ്പി നല്ല അടിപൊളി കളറാണ് വന്നിരിക്കുന്നത്. ഈ പെയറിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് 1500 രൂപ. ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് എറണാകുളമാണ് ലൊക്കേഷൻ. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഒരു ക്രോസ് ബ്രീഡിൻ്റെ ഒരു അഡൽട്ട് ഫീമെയിലാണ് വന്നിരിക്കുന്നത്. ഡാഷ് ഹണ്ടിൻ്റെ ക്രോസാണ് വന്നിരിക്കുന്നത്. 1.5 വയസ്സുള്ള ഒരു ഫീമെയിൽ. മലപ്പുറം ജില്ലയിൽ തിരൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. നല്ല മിനിയേച്ചർ ടൈപ്പാണ്. ഡാഷ് ഹണ്ടിൻ്റെ ക്രോസാണ് ഫീമെയിൽ. ഇതിനവർ ചോദിക്കുന്ന റേറ്റ് 1500 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. മലപ്പുറം തിരൂരാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ അഡൽട്ട് ഡോഗിനെ എടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 1500 രൂപയാണ് ഇതിന് ചോദിക്കുന്നുള്ളൂ. നല്ല അടിപൊളി വാച്ചിങ് ഡോഗൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയതാണ്. ഡാഷ് ഹണ്ടിൻ്റെ ക്രോസാണ് വന്നിരിക്കുന്നത് ഫീമെയിൽ. അടുത്തായിട്ട് നമുക്ക് കണ്ണൂരിൽ നിന്നാണ് വന്നിരിക്കുന്നത് പറവകളും അതേപോലെ ഹോമറും. കണ്ണൂർ ജില്ലയിൽ പാപ്പിനിശ്ശേരിയാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത്. 4 പറവ പ്രാവുകളും അതേപോലെ തന്നെ ഒരു ബ്ലാക്ക് ഹോമറിൻ്റെ ചിക്കും 5 കൂടി 1000 രൂപയാണ് അവർ ചോദിക്കുന്നുള്ളൂ. 1000 റുപ്പീസ്. അപ്പോൾ പറവയൊക്കെ നല്ല റേറ്റ് കുറവിനാണ് വന്നിരിക്കുന്നത്. 5 4 പറവയും ഒരു ഹോമർ അടക്കം 1000 രൂപയാണ് അവർ ചോദിക്കുന്നുള്ളൂ. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. കണ്ണൂരാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല അടിപൊളി കളറിൽ വരുന്ന പറവകളാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി പ്രാവാണ് ഇത് വന്നിരിക്കുന്നത്. ഹോമറിൻ്റെ ചിക്കൻ വന്നിരിക്കുന്നത്. കണ്ണൂരാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് കോട്ടയത്തു നിന്നാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ഡാഷ് ഹണ്ടിൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത്. ഫാദറിനെയും മദറിനെയും ഫോട്ടോ നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി ലൈൻ വരുന്ന പപ്പീസാണ് വന്നിരിക്കുന്നത്. ഡാഷ് ഹണ്ടിൻ്റെ മെയിൽ പപ്പിക്ക് 3500 രൂപയും ഫീമെയിലിന് 3000 രൂപയാണ് ചോദിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നല്ല അടിപൊളി ലൈൻ വരുന്ന പപ്പീസാണ് വന്നിരിക്കുന്നത്. ഫാദർ സർട്ടിഫൈഡ് ആണ് വന്നിരിക്കുന്നത്. 3500 രൂപ മെയിൽ പപ്പിക്കും 3000 രൂപ ഫീമെയിൽ പപ്പിക്കും. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ. ആടുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. 3 ആടുകൾ, ഒരു മുട്ടനാട് 4 മാസം പ്രായമായത്, അതേപോലെ 2 തള്ളാട്. 3 കൂടി ചോദിക്കുന്ന റേറ്റ് 18000 രൂപയാണ് ചോദിക്കുന്നത്. 18000 രൂപയാണ് അവർ ചോദിക്കുന്ന റേറ്റ്. ആലപ്പുഴ ജില്ലയിൽ ചേർത്തലയാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ 3 ആടുകൾ കൂടി 18000 രൂപ. അപ്പോൾ ഈ ആടുകൾ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 2 തള്ളാടും അതേപോലെ തന്നെ ഒരു മുട്ടനാട് 4 മാസം പ്രായമായത്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് അവരായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ബ്രീഡേഴ്സിൻ്റെയൊക്കെ നമ്പർ യൂട്യൂബിൽ വീഡിയോയ്ക്ക് തൊട്ട് താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. 18000 രൂപയാണ് 3 കൂടി അവർ ചോദിക്കുന്നുള്ളൂ. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് റോഡ് വീലറിൻ്റെ ഒരു സെമി അഡൽട്ട് ഫീമെയിലാണ് വന്നിരിക്കുന്നത്. 6 മാസം പ്രായമുണ്ട്. കോഴിക്കോടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് 11000 രൂപയാണ് റോഡ് വീലറിൻ്റെ ഫീമെയിൽ പപ്പിക്ക് ചോദിക്കുന്നത്. 6 മാസം പ്രായമുള്ളതാണ്. 11000 രൂപ. അപ്പോൾ ഈ ഫീമെയിൽ പപ്പി എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരോട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എക്സ്ചേഞ്ച് പോസിബിൾ ആണ്. റോഡ് വീലറിൻ്റെ ഒരു മെയിൽ പപ്പി ആയിട്ട് എക്സ്ചേഞ്ച് താല്പര്യമുള്ളവർക്ക് അങ്ങനെ എക്സ്ചേഞ്ച് എടുക്കാവുന്നതാണ്. ഇത് ഫീമെയിലാണ്. 6 മാസം പ്രായമുണ്ട്. കോഴിക്കോടാണ് ലൊക്കേഷൻ. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ചാനലിലൂടെ സെയിൽ പോസ്റ്റ് വീഡിയോ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ നമ്പർക്ക് വീഡിയോ എടുക്കുമ്പോൾ ഇതേപോലെ മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് മിനിമം 30 സെക്കൻഡുള്ള വീഡിയോസ് എടുത്ത് അയച്ചു തരാൻ ശ്രമിക്കുക.
അതേപോലെ പെറ്റ്സിൻ്റെ ഡീറ്റെയിൽ, റേറ്റ്, പ്ലേസ് കാര്യങ്ങളൊക്കെ വാട്സപ്പ് ചെയ്യാൻ മറക്കരുത്. യാതൊരുവിധ ചാർജുകളും വാങ്ങാതെ നമ്മൾ സെയിൽ പോസ്റ്റ് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ പെറ്റ്സിൻ്റെ മേഖലയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്രോഡുകൾ പറ്റുകയാണെങ്കിൽ ചെറിയൊരു എമൗണ്ട് ആണെങ്കിലും നിങ്ങൾ കേസ് കൊടുക്കുക. പോലീസ് സ്റ്റേഷനിൽ അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ വെച്ചിട്ട് കേസ് കൊടുക്കാവുന്നതാണ്. കാരണം ഒരുപാട് ഫ്രോഡുകൾ ഉണ്ട്. അത് കാരണമാണ് നമ്മൾ പറയുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.